கேரளாவில் தேர்தல் பிரச்சார பொதுக்கூட்டத்தில் காங்கிரஸ் பொதுச் செயலாளர் பிரியங்கா காந்தி உரையாற்றி வருகிறார். நேரடி காட்சிகள். പെട്രോളിനും ഡീസലിനും ഏറ്റവും കൂടുതൽ വിലയുള്ളത് കേരളത്തിലാണ്. You are not getting fair price for your paddy. നിങ്ങൾക്ക് നെല്ലിന് ന്യായമായ വില ലഭിക്കുന്നില്ല. Fishermen are struggling with no support from the center or the state. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും യാതൊരു പിന്തുണയും ഇല്ലാതെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. And 1 in 3 young men and women are unemployed in Kerala. 3 പേരിൽ ഒരാൾ എന്ന രീതിയിൽ കേരളത്തിലെ യുവതി യുവാക്കൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. On top of that, you have a state government in which all the jobs go to party workers and the common average person never sees the light of a job. അത് മാത്രമല്ല, ഇതിനെല്ലാം ഉപരിയായിട്ട് ഏതു ജോലി ഉണ്ടെങ്കിലും അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത്. ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യവും ഇവിടെയില്ല. I know that you have the highest NRI population in this area and that so many of you send members of your family outside the country. They work hard, they send you money, they send you support, but at the end this is their motherland. If they had a choice, they would rather have lived here with you, stayed with you and worked over here. എനിക്കറിയാം, ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലമാണ്. നിങ്ങളുടെ ഒക്കെ വീട്ടുകളിൽ നിന്ന് നിങ്ങൾ ഒരാളെങ്കിലും പുറത്തുണ്ടായിരിക്കും, പുറത്തു പോയിട്ടുണ്ടായിരിക്കാം. അവർ അവിടെ പണി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് പൈസ അയച്ചു തരുന്നു, അതെല്ലാം ശരിയാണ്. പക്ഷേ അവരുടെ മുന്നിൽ ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ നാട് വിട്ടു പോയില്ലായിരുന്നു. അവർക്ക് ഇവിടെ ജോലി കിട്ടുമായിരുന്നെങ്കിൽ അവർ ഈ നാട് വിട്ടു പോയില്ലായിരുന്നു. കാരണം അത് ഇവരുടെ മാതൃഭൂമിയാണ്, ജനിച്ച നാടാണ്. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. The situation has become so difficult that many youth from Kerala are being forced to go and work in the Russian war front where there is a war. ശരിക്കും നമുക്കറിയാം, റഷ്യൻ യുദ്ധമുഖത്ത് പോലും കേരളത്തിൽ നിന്ന് പല യുവജനങ്ങൾ അവിടെ പോയി ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിന്ന് നിലവിലുള്ളത്. Over 21 lakh people from Kerala have been forced to leave their hometowns to look for employment. തൊഴിൽ തേടി ഏകദേശം 21 ലക്ഷത്തിലധികം യുവതി യുവാക്കൾ ജനങ്ങൾ കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി പുറത്തേക്ക് പോകാൻ നിർബന്ധിതരായ സാഹചര്യം. And yet, whether it is the chief minister or it is the BJP government at the center, they are silent on these issues. പക്ഷേ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിലും കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ആണെങ്കിലും ഈ പ്രശ്നങ്ങളെ കുറിച്ച് നിശബ്ദരായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. You know, like in a football match, when you have a compromised player, you can't win the match. In the same way, your CM is compromised. He only attacks my brother and the Congress party. He never attacks the BJP. ഒരു കാര്യം പറയട്ടെ, ഒരു ഫുട്ബോൾ മാച്ചിൽ ഒരു കളിക്കാരൻ എതിർഭാഗത്തുള്ളവരോട് അനുരഞ്ജനം, ഒത്തുതീർപ്പ്, ഒത്തുകളി നടത്തിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ കളി ജയിക്കാൻ പറ്റില്ല. അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് ചെയ്യുന്ന, അനുരഞ്ജനം ചെയ്യുന്ന, ഒത്തുകളിക്കുന്ന ആളാണ്. അദ്ദേഹം എൻ്റെ സഹോദരനെയും കോൺഗ്രസ് പാർട്ടിയെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. അദ്ദേഹം BJPക്കെതിരെ ഒരക്ഷരം പറയുന്നില്ല. Have you ever thought about it? His name came up in so many scams, Life Mission and gold scam and so many scams. But how come Mr. Narendra Modi's government, the BJP government, never put cases on him, never did any raids on him, no action has been taken on him? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്വർണ്ണ കള്ളക്കടത്തിൽ, ലൈഫ് മിഷൻ അഴിമതിയിലൊക്കെ അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അദ്ദേഹത്തെ ഉപദ്രവിക്കാത്തത്, അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തത്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Kerala BJP president was caught with crores during the election. No action was taken on him. കേരളത്തിലെ BJPയുടെ പ്രസിഡന്റിനെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കയ്യിൽ കോടികളുമായിട്ട് പിടികൂടി. പക്ഷെ ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. One man walked from Kanyakumari to Kashmir to beg this country to unite, to show you the way that was the way of Gandhiji, the way of peace, the way of harmony, the way of progress. ഈ സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, ഗാന്ധിജിയുടെ മാർഗത്തിന് വേണ്ടി, സമൃദ്ധിക്ക് വേണ്ടി, സമാധാനത്തിനോട് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നത്. He spoke to you. He mingled with you. He asked you what your problems are. He understood
The greatest suffering today is being caused by unemployment and price rise. He spoke about these issues and he continues to speak about these issues. അദ്ദേഹം ഈ നടന്ന സമയത്ത് നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളോട് ഇടപഴകി, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതുമാത്രമല്ല, ഇന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. This man raises his voice against injustice. He stands for the truth. He fights for the truth. He fights for democracy. And the Chief Minister of Kerala only attacks this one man. ഈ മനുഷ്യൻ അനീതിക്കെതിരെ അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർത്തുന്നു. അദ്ദേഹം സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. എന്നിട്ടും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ മാത്രം വിമർശിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിനെതിരെ മാത്രം സംസാരിക്കുന്നത് എന്തിനാണ്? So my friends, with all the problems that you are facing, the difficulties in your daily life, the rising unemployment, the rising prices, all these immense problems my fishermen brothers and sisters are also facing here, do you not expect that your Chief Minister and the Prime Minister should be addressing these problems? നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ സാധാരണ ജനങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ രാജ്യത്തെ പ്രധാനമന്ത്രിയും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ കൊണ്ട് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? When there is violence against women, which you know that we women are facing across the nation, not only the central government in the BJP, but your state government also protects the culprits instead of punishing them. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് മുഴുവൻ സ്ത്രീകൾ അതിക്രമങ്ങൾ നേരിടുമ്പോൾ, അത് കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലും നടക്കുമ്പോൾ, കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റും അവിടെ കുറ്റവാളികളെ, സ്ത്രീകൾക്കെതിരെ കുറ്റവാളികളെ, അതിക്രമങ്ങൾ നടത്തുന്ന കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്.